വലിയ വലിയ ക്ലബ്ബുകൾക്ക് അവരുടെ സ്വന്തം ടി വി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടി വി, ലിവർപൂൾ ടി വി, അവരുടെ കമന്റേറ്റർമാരാണ് കളി പറയണത്. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പം ഈവൻ ദോ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഒരല്പം ഡള്ളാണെങ്കിൽ പോലും അതിനെ മേക്കപ്പ് ചെയ്ത് നിർത്തുന്നത് വോയിസ് ഓവറാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ പറയില്ല എപ്പോഴും കാണുന്ന ആൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സംഗതി, അതായത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദ നെക്സ്റ്റ് സെക്കൻഡ്, അടുത്ത സെക്കൻഡിൽ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു സംഗതി സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷ ഉയർത്തണമെങ്കിൽ വി ഹാവ് ടു ബി ഇൻ ദാറ്റ് എനർജി ലെവൽ. ആ മോളിൽ തന്നെ നിൽക്കണം. ചേട്ടന്റെ വർത്തമാനത്തിന് തന്നെ ഭയങ്കര എനർജി ലെവലായിരുന്നു. എവിടെ പിടിക്കും അറിയാതെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എവിടെയും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന ഇത്രയും കളിയെ ആസ്വദിക്കുന്ന ചേട്ടൻ ഒരു ടീം മാത്രം കളിക്കാൻ ഇറങ്ങുമ്പോ ഭയങ്കര ടെൻസ്ഡ് ആവുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഏത് ടീമായിരിക്കും? കേരള ബ്ലാസ്റ്റേഴ്സ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുമ്പോഴത്തേക്കും കമന്റേറ്റർ പെട്ടെന്ന് മാറി ഒരു ആരാധകനാകും, ഒരു വ്യൂവർ ആകും, പിന്നെ ഭയങ്കര ടെൻഷൻ ആവും. കളി തോക്കുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ